താനല്ലേ പറഞ്ഞത് തനിക്ക് തണുപ്പൊന്നും ഏൽക്കില്ലെന്ന്. തണുക്കാറില്ല, പക്ഷെ ഇന്ന് ഭയങ്കര തണുപ്പ്. എത്ര തണുപ്പായിരുന്നാലും തനിക്ക് പുതപ്പ് വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഏട്ടനും പുതച്ചല്ലേ ഉറങ്ങിയേ? താൻ പറഞ്ഞതല്ലേ. പ്ലീസ് ഏട്ടാ, അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതല്ലേ. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നേ ഇല്ല. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഏട്ടൻ തന്നെ പറ. എന്ത് ചെയ്യാൻ പറ്റും? 2 പേർക്കും കൂടി ഒരു പുതപ്പ് ഷെയർ ചെയ്യും. ഈ പുതപ്പ് ഒരാൾക്ക് പുതയ്ക്കാൻ മാത്രല്ലേ പറ്റൂ? അതെ, താൻ കുറച്ചൊന്ന് അടുത്തേക്ക് വാ, അപ്പൊ 2 പേർക്ക് പുതയ്ക്കാൻ പറ്റും. അടുത്തേക്കോ? അതേടോ, കുറച്ചിങ് അടുത്തേക്കോ. ണ്ടല്ലോ വായുദേവനോ? അത് തന്നെ, കാറ്റിന്റെ ദൈവം. എന്റെ ക്ലോസ് ഫ്രണ്ടാ. അദ്ദേഹം എപ്പോ വരും എപ്പോ പോകുന്നൊക്കെ എല്ലാ കാര്യങ്ങളും എനിക്ക് SMS ചെയ്യും. പിന്നെ എന്ത് ചോദ്യമായത്? ടെറസിൽ കിടന്നുറങ്ങി തനിക്ക് ശീലമുണ്ടെന്നല്ലേ പറഞ്ഞത്. അർദ്ധരാത്രി കഴിയുമ്പോ അന്തരീക്ഷത്തിന് നല്ല തണുപ്പുണ്ടോന്നുള്ള കാര്യം തനിക്കറിയില്ലേ? ഇങ്ങനെ ഒറ്റയടിക്ക് തണുപ്പ് കൂടുന്നത് എനിക്കറിയില്ലായിരുന്നു. സമ്മർ സീസൺ കഴിഞ്ഞ് റെയിനി സീസൺ സ്റ്റാർട്ട് ആവാൻ പോവുക. സീസൺ മാറുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെ. അതുപോട്ടെ, തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്തിന്? അത് പിന്നെ നമ്മൾ ഇത്രയും അടുത്തടുത്ത് ഒരു പുതപ്പിനുള്ളിൽ. താൻ കംഫർട്ടബിൾ അല്ലേ? അല്ല, തനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം, ഞാൻ താഴെ പോയി വേറെ പുതപ്പ് കൊണ്ടുവരാം. ഈ സമയത്ത് ഇനി എന്തിനാ താഴേക്ക് പോകുന്നത്? എനിക്ക് നല്ല ഉറക്കം വരുന്നു. ഏട്ടനും അങ്ങനെ തന്നെ ഉറങ്ങിക്കോ. ഓക്കെ, ഗുഡ് നൈറ്റ്. മോഹിതരായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗവിലോചനായി നീ എന്താടി പറയുന്നേ? നിന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നോ? കുറച്ച് സമയത്തിനുള്ളിലെത്തും. വസുവേട്ടെത്തിയ പാഠം പഠിപ്പിക്കും. നീ പ്ലാൻ ചെയ്യുന്നു പറഞ്ഞപ്പോ അത് ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. നിന്റെ അമ്മ വന്ന് വസുവിനെ കഷ്ടപ്പെടുത്തുന്നതൊന്ന് കാണണം. ഐ ആം വെയിറ്റിംഗ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം അനിയത്തി. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇരിക്കേ. ചേട്ടൻ കൂടെ വന്നില്ലേ ചേച്ചി? ചേട്ടൻ കുറച്ച് തിരക്കിലായിരുന്നു. ഇവിടെ എല്ലാരും സുഖമായിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിരിക്കുന്നു. കാർത്തിക, ഇങ്ങ് വന്നേ, അമ്മ വന്നിട്ടുണ്ട്. നിന്റെ അമ്മ വന്നെന്ന് തോന്നുന്നു. എന്തൊക്കെയുണ്ട് ആന്റി വിശേഷം? സുഖായിരിക്കുന്ന ചെറിയമ്മേ? ഫൈൻ. മോം, ഹൗ ആർ യു ബേബി? ഐ എം ഗുഡ് മോം. എന്തൊക്കെയുണ്ട് സിസ്റ്റർ? സുഖമായിരിക്കുന്നു സിസ്റ്റർ. അഖിലും അബിയും ഭാസ്കറും എവിടെ? പുറത്തു പോയിരിക്കുക. ഞാനും അദ്ദേഹം കൂടി അനന്തപുരത്ത് പോയിരുന്നു. വരുന്ന വഴിക്ക് ബ്രഹ്മപുരത്തുനിന്ന് കുറെ സാരികൾ വാങ്ങി. നിങ്ങൾക്ക് തന്നിട്ട് പോന്ന് കരുതി വന്നതാ. ചേച്ചി, ഇത് നിങ്ങൾക്കാ.
താങ്ക് യു ചേച്ചി. സാരി നല്ല ഭംഗിയുണ്ട്. എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ബന്ധുവല്ലേ, നിങ്ങളുടെ സ്ഥാനത്തിനും ഞങ്ങളുടെ അന്തസ്സിനും ചേരുന്നതാണെന്ന് കരുതി വാങ്ങിയതാണ്. സിസ്റ്റർ, ഇത് നിങ്ങൾക്കാ. എനിക്കോ? വാവ്! എന്താ എല്ലാം സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ? അളിയന് എനിക്ക് വേണ്ടി സമ്മാനമൊന്നും തന്നുവിട്ടില്ല അല്ലേ? ഇപ്പൊ സാരി മാത്രമേ വാങ്ങിയുള്ളൂ ചേട്ടാ. നിങ്ങൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ വേറെ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ബേബി, ദിസ് ഇസ് ഫോർ യു. സോ ബ്യൂട്ടിഫുൾ മോം. താങ്ക് യു. ലവ് യു. ഭാവന, ഇത് നിനക്കാ. എനിക്കെന്തിനാ ആന്റി ഇതൊക്കെ വാങ്ങിച്ചത്? നീയും എന്റെ മോളെ പോലെയല്ലേ, വാങ്ങിക്കോ. ശരി ആന്റി. താങ്ക് യു ആന്റി. വസു, ഇത് നിനക്കാ. അയ്യോ, എന്റെ ജോലിക്കാരിക്ക് വാങ്ങിയ സാരിയാണല്ലോ ഞാൻ നിനക്ക് തന്നേ. നമ്മൾ കൊടുത്ത സാധനം തിരികെ വാങ്ങാൻ പാടില്ലെന്നാ പറയുന്നേ. അത് നീ തന്നെ വെച്ചോളൂ. വേണമെങ്കിൽ എന്റെ ജോലിക്കാരിക്ക് നിനക്ക് വേണ്ടി വാങ്ങിയ പട്ടുസാരി കൊടുത്തോളാം ഞാൻ. വസുവിനെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നേ? അതിനെന്താ ഇപ്പൊ സംഭവിച്ചേ? വസുവിന് എന്തിനാ ഇത്തരം ഒരു സാരി കൊടുത്തേ? അതറിയാതെ സംഭവിച്ചതാ. അറിയാതെ ഒന്നുമല്ല, മനഃപൂർവ്വം ആ സാരി കൊടുത്തതുപോലെയുണ്ട്. വേണോന്ന് വെച്ച് എന്തിനെഴുതി കൊടുക്കുന്നേ? ഏട്ടത്തി ഒന്നും പറയണ്ട. ദേ നോക്ക്, ഞങ്ങളുടെ ബന്ധുവായതുകൊണ്ട് ഈ വീട്ടിൽ എപ്പോ വേണമെങ്കിലും വരാം പോകാം. വരുമ്പോഴെല്ലാം സാരിയും ആഭരണങ്ങളും സമ്മാനങ്ങളും തരണമെന്ന് ഒരു റൂളും ഇല്ല. കൊടുത്താൽ എല്ലാവർക്കും തുല്യമായി എന്തെങ്കിലും കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് തന്ന സാരി ഞാൻ തിരിച്ചു തരികയാണ്. നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ് ചേച്ചി. നിങ്ങൾ എന്റെ മരുമകളെ അപമാനപ്പെടുത്തിയത് എന്റെ മരുമകളെ അപമാനപ്പെടുത്തിയാ എന്നെ അപമാനിക്കുന്നത് പോലെയാ. അറിയാതെ സംഭവിച്ചു പോയതാ. അതിന് ഞാൻ ആഗ്രഹിച്ചു കൊണ്ടുവന്ന ഈ സാരിയൊക്കെ തിരിച്ചു തരികയാണ് വേണ്ടേ? അറിയാതെ പറ്റിയതാണെങ്കിലും ശരി, എന്റെ മരുമകൾ അപമാനിക്കപ്പെടരുതെന്നാണ് എന്റെ ആഗ്രഹം.
ഈ വീട് തിരികെ നേടിത്തന്ന ദേവത, എന്റെ ജീവൻ രക്ഷിച്ചെടുത്ത കുലദേവതയാണിവൾ. അങ്ങനെയുള്ള എന്റെ മരുമകളെ അപമാനപ്പെടുത്തിയ എനിക്കത് സഹിക്കില്ല. കൊണ്ടുവരുമ്പോ എല്ലാവർക്കും ഒരേപോലെ കൊണ്ടുവരേണ്ടതല്ലേ? അതിനിടയ്ക്ക് എന്തിനാ ഈ പക്ഷാഭേദമൊക്കെ? അറിഞ്ഞോണ്ട് ആരെയും തെറ്റ് ചെയ്യൂ ഏട്ടാ. ഏട്ടനെ എടുത്തി പോലെ സംസാരിച്ച എങ്ങനെയാ? അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ്. ഒരു തവണ കൂടി വസുവിനോട് ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കില്ല. ഇപ്പോ നിങ്ങൾ ഈ തെറ്റ് ചെയ്താൽ ഇത് കണ്ട് നാളെ നിങ്ങളുടെ മകളും ഇത് തന്നെ ആവർത്തിക്കും. അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒരുപാട് നാളായില്ലേ വന്നിട്ട്. വാ മോം, നമുക്ക് അകത്തേക്ക് പോവാം. വരൂ സിസ്റ്റർ, അകത്ത് പോയി സംസാരിക്കാം. വരൂ വരൂ. വിഷമിക്കാതെ വസു, നിനക്കറിയാവുന്നതല്ലേ അവരുടെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാ. എനിക്ക് വിഷമൊന്നുമില്ല ചേച്ചി. അവരെ പറ്റിയൊക്കെ ഞാൻ ആലോചിക്കാറ് പോലുമില്ല. അമ്മ എന്നെ കുറിച്ച് സംസാരിച്ചതില് എനിക്ക് അഭിമാനം തോന്നുക, സന്തോഷം തോന്നുന്നുണ്ട്. അതെ വസു, അവരുടെ മുന്നിൽ വെച്ച് അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് വളരെ നല്ല കാര്യമല്ലേ? എനിക്ക് തന്ന ഈ സാരി ഞാൻ തിരിച്ചു തരികയാണ്. ഒരു തവണ കൂടി വാട്ട് ഈസ് ദിസ് ബേബി? ഞാനൊരു പഴയ സാരി കൊടുത്ത് ആ വസുവിനെ ഇൻസൾട്ട് ചെയ്യാന്ന് കരുതിയാ വന്നത്. നിന്റെ അമ്മായി എന്നെ തന്നെ ഇൻസൾട്ട് ചെയ്തല്ലോ. ഇപ്പൊ മോമിന് മനസ്സിലായില്ലേ എന്റെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്? നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്ന സിസ്റ്റർ? എന്റെ ബേബിയെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞതല്ലേ? ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെയാ നോക്കുന്ന സിസ്റ്റർ. കഴിഞ്ഞ ആഴ്ച വരെ ഈ വീടിന്റെ താക്കോൽ കാർത്തികയുടെ കയ്യിലായിരുന്നു. ഈ അടുത്ത കാലത്താ ഏതോ ഒരു തെമ്മാടി ഈ വീട് ആക്രമിക്കാൻ വന്നപ്പോ വസു അത് തടഞ്ഞത്. ഈ വീടിനെ അവള് രക്ഷിക്കുകയും ചെയ്തു. അന്ന് മുതല് എന്റെ ഏട്ടനും ഏട്ടത്തിക്കും വസു ദേവതയായി കുലദൈവവുമായി. അതെ മോം, ഇത്രയും നാളും അമ്മയും വസുവേട്ടത്തെയും തീയും വെള്ളവും പോലെ ആയിരുന്നു. ഞാനും ആന്റിയും കൂടി ചെറിയ വഴക്ക് പോലും ഊതിപ്പരിപ്പിച്ച് വലുതാക്കി. പക്ഷെ എന്നു മുതലാണ് വസുവേട്ടത്തി വീടിനെ രക്ഷിച്ചത്, അന്നു മുതൽ അങ്ങോട്ട് അമ്മ വസുവേട്ടത്തിയെ തലയിലെടുത്തു വെച്ചാ നടക്കുന്നത്. ഇപ്പൊ ഏടത്തിയെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും ഏട്ടത്തിയും മിണ്ടാതിരിക്കും. എന്നാ വസുവിനെ നമ്മളെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, എന്റെ ഏട്ടത്തി അടിയേറ്റ പാമ്പനെ പോലെ ചീറ്റിക്കൊണ്ടേയിരിക്കും സിസ്റ്റർ. ഈ വീട്ടില് വസുവേട്ടത്തി പറയുന്നതാണ് വേദവാക്യം. അവര് പറയുന്നതിന് ആരും എതിര് പറയാൻ പാടില്ല. എതിർത്തെന്തെങ്കിലും പറഞ്ഞ അതോടെ അവരുടെ കഥ തീർന്നു. ഞാനിപ്പോ ഇവിടെ ഒരു അടിമയെ പോലെയാ ജീവിക്കുന്നെ.
എനിക്ക് മനസ്സിലായി ബേബി. ഇവരോടൊക്കെ പറയുന്നത് വേസ്റ്റാ. ഇവരുടെ വീട്ടിൽ നീ താമസിക്കേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കെ. പക്ഷെ അഖിൽ അവനെയും കൂട്ടിക്കൊണ്ട് വാ. നിങ്ങളെ വീട്ടിലേക്ക് വരാൻ അഖിൽ സമ്മതിക്കില്ല സിസ്റ്റർ. എന്നാ ഞാനൊരു വില്ല വാങ്ങിക്കൊടുക്കാം സിസ്റ്റർ. കോസ്റ്റ്ലി കാറും വാങ്ങിക്കൊടുക്കാം. ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കാം. ബിസിനസ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റും നടത്താം. എല്ലാ വിധത്തിലും ഫുൾ സപ്പോർട്ട് ചെയ്യാം. മോം എന്ത് ചെയ്താലും അഖിൽ ഈ വീട് വിട്ട് വരില്ലെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ അഖിലിനെ കളഞ്ഞിട്ട് നീ വന്നേക്ക്. മോം എന്താ സിസ്റ്റർ അഖിലിനെ ഉപേക്ഷിക്കാനൊക്കെ പറയുന്നേ? പറയുന്നത് കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക? ഈ വീട് വിട്ട് പുറത്തേക്ക് വന്നാ എല്ലാം ഞാൻ കൊടുക്കാന്നല്ലേ പറഞ്ഞത്. അത് പറ്റില്ലെങ്കിൽ പിന്നെ ഡിവോഴ്സ് ചെയ്തല്ലേ പറ്റൂ. ഈ വീട്ടിൽ എന്റെ ബേബി ഒരു അടിമയെ പോലെ കഴിയുന്നതിനേക്കാൾ അഖിലിനെ വിട്ടുപിരിഞ്ഞ് മറ്റൊരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്നതാ നല്ലത്. എത്ര ഈസി ആയിട്ടാ രണ്ടാം കല്യാണത്തെ പറ്റിയൊക്കെ പറയുന്നത്. നിങ്ങൾക്കുള്ള ധൈര്യത്തിന്റെ പകുതിയെങ്കിലും എന്റെ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ എന്റെ രണ്ടാം കല്യാണം എത്രയോ മുമ്പേ നടന്നു പോയനെ. പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ. നീ എന്ത് ചെയ്യൂന്നൊന്നും എനിക്കറിയില്ല. അഖിലിനെ സമ്മതിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവാ. എല്ലാം ഞാൻ കൊടുത്തോളാം. അഖിൽ വരുന്നില്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് പുറത്തേക്ക് വാ. ഡിവോഴ്സ് ഞാൻ വാങ്ങിത്തരാം. അല്ല ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടാനാണ് ഭാവമെങ്കിൽ പെട്ടോളൂ. അതിനൊന്നും ഞാൻ ഒരു ഉത്തരവാദിത്വം എടുക്കില്ല. ഇനി തീരുമാനിക്കേണ്ടതാ നീയാണ്. ഞാനിപ്പോ ഇറങ്ങുവാ. ഇത്ര പെട്ടെന്ന് പോയാലോ സിസ്റ്റർ? ഞാൻ അപമാനിക്കപ്പെട്ട സ്ഥലത്ത് ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല. ബൈ. അയ്യോ ഈ വീട് തിരികെ നേടിത്തന്ന ദേവത, എന്റെ ജീവൻ രക്ഷിച്ചെടുത്ത കുലദേവതയാണിവൾ. അങ്ങനെയുള്ള എന്റെ മരുമകളെ അപമാനപ്പെടുത്തിയ എനിക്കത് സഹിക്കില്ല. വസു, അമ്മേ, രാവിലെ കാർത്തികയുടെ അമ്മ ചെയ്ത കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു മോളെ. നിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊന്നും സാരമില്ല അമ്മേ. സ്വർണ്ണക്കട്ടിയെ ഏതെങ്കിലും ഭ്രാന്തന്മാർ ഇരുമ്പ് കെട്ടിയാണെന്ന് വിചാരിച്ചാലും ആ സ്വർണ്ണക്കട്ടിക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല. അതുപോലെ നിന്റെ വില മനസ്സിലാക്കാത്ത ആളുകളെക്കുറിച്ച് നീ വെറുതെ ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല മോളെ. വേണമെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം. എന്നോട് ക്ഷമിക്ക്. എന്തിനാ അമ്മേ? അമ്മ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നേ? അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ എനിക്ക് അഭിമാനവും സന്തോഷവും തോന്നിയത്. അത് ശരിയാ അമ്മേ. അവരുടെ മുൻപിൽ വെച്ച് അമ്മ വസുവിനെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്റെ മരുമകളെ പറ്റി ആരെങ്കിലും തെറ്റായിട്ട് സംസാരിച്ചാ ഞാൻ വെറുതെ ഇരിക്കുമെന്നാണോ? നിനക്കൊരു വില കുറഞ്ഞ സാരി തന്ന് നിന്നെ അവർ അപമാനപ്പെടുത്തി. അവരെനിക്ക് തന്ന പട്ടുസാരി തിരികെ കൊടുത്ത് അവരെ ഞാനും അപമാനപ്പെടുത്തി. അമ്മ ചെയ്തത് വളരെ ശരിയാ. അതുകൊണ്ടാ ഞാനും തിരിച്ചു കൊടുത്തത്. അവർക്കത് മനസ്സിലാകണം.
നീയൊരു പത്തരമാറ്റ് തങ്കവാ മോളെ വസു. നിന്നെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചാലും നിനക്ക് തിളക്കം കൂടുന്നതല്ലാതെ അതൊട്ടും കുറയില്ല മോളെ. ഒരുപാട് നന്ദിയുണ്ടമ്മേ. ഏതൊരു കല്യാണം കഴിഞ്ഞ സ്ത്രീയും ആഗ്രഹിക്കുന്നത് അവൾ നന്നായി നോക്കുന്നൊരു ഭർത്താവും സ്നേഹമുള്ള അമ്മായി അമ്മാവനെ കിട്ടണമെന്നാ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ബന്ധുക്കളും. ഈ കാര്യത്തിൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തവളാ.